ഡിസ്ക് നാഡിയിൽ അമർന്നാൽ വേദന കൂടില്ല, മറിച്ച് കുറയും. ഈ വിഷയമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഡിസ്ക് നാഡിയിൽ അമരുന്നത് കൊണ്ടാണ് നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടാകുന്നതെന്ന്. എന്നാൽ വാസ്തവം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തലച്ചോറിൽ നിന്ന് സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്കും തിരിച്ചും നാഡികൾ അഥവാ നെർവ്സ് വഴിയാണ് സഞ്ചരിക്കുന്നത്. ടെലിഫോൺ കേബിൾ പോലെ നാഡികൾ സന്ദേശങ്ങൾ കടന്നു പോകുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ധമനികൾ അഥവാ ആർട്ടറീസ്, സിരകൾ അഥവാ വെയിൻസ് ഇവ വെള്ളം കടന്നു പോകുന്ന കുഴൽ പോലെ രക്തം കടന്നു പോകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നാഡിയിൽ കൂടി രക്തം കടന്നു പോകുന്നില്ല. രക്തം കടന്നു പോകുന്ന ധമനികളിലും സിരകളിലും രക്തം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുപോലെ സന്ദേശങ്ങൾ കടന്നു പോകുന്ന നാഡികളിൽ സന്ദേശങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ധമനികളിലോ സിരകളിലോ സമ്മർദ്ദമോ തടസ്സമോ ഉണ്ടായാൽ അതിൽ കൂടി പോകുന്ന രക്തപ്രവാഹം കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്യും. ഇതേ തുടർന്ന് വേദനയും കഴപ്പും മരവിപ്പും തരിപ്പും ഉണ്ടാകും. അതുപോലെ സന്ദേശങ്ങൾ കടന്നു പോകുന്ന നാഡിയിൽ സമ്മർദ്ദമോ മുറിവോ ഉണ്ടായാൽ അതിൽ കൂടി കടന്നു പോകുന്ന സന്ദേശങ്ങൾ തലച്ചോറിൽ എത്താത്തതിനാൽ വേദന ഉൾപ്പെടെയുള്ള സന്ദേശങ്ങൾ തടസ്സപ്പെടുകയോ കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്യും. ഇതുമൂലം ഒരിക്കലും വേദന കൂടില്ല, മറിച്ച് വേദന അറിയാതിരിക്കും, അല്ലെങ്കിൽ വേദന ഇല്ലാതാകും. അപകടങ്ങൾക്കും ഓപ്പറേഷനും ശേഷം നാഡികൾ ചതഞ്ഞതിനാലും മുറിഞ്ഞതിനാലും വേദന അറിയാതിരിക്കുന്നത് സർവ്വസാധാരണമാണ്. ഇനി നമുക്ക് ഡിസ്കിൻ്റെ നടുഭാഗം നാഡിയിൽ അമർന്നാൽ വേദന ഉണ്ടാകില്ലെന്ന് സാധാരണക്കാർക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഒരു കാര്യം ശരിയാണോ എന്ന് തീരുമാനിക്കുന്നതിന് ആധുനിക ശാസ്ത്രത്തിലുള്ള ഒരു പ്രധാന പരീക്ഷണം അത് പുനഃസൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരിലും ആർക്കും പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, അത് ഓരോ മനുഷ്യരുടെയും ഇതര ജീവികളുടെയും അനുഭവവുമാണ്. രക്തക്കുഴലുകൾ മുറിച്ചാൽ അതിൽ കൂടി ഒഴുകുന്ന രക്തപ്രവാഹം കുറയുന്നതും തടസ്സപ്പെടുന്നതും നമുക്ക് കാണാം. അതുപോലെ തന്നെ അത് ശരിയായ രീതിയിൽ പഴയ പോലെ കൂട്ടിയോജിപ്പിച്ചാൽ അവയിൽ കൂടി രക്തപ്രവാഹം പഴയ പോലെ തന്നെ ഉണ്ടാകുന്നതും നമുക്ക് കാണാം. അതുപോലെ തന്നെ നാഡികൾ മുറിച്ചാൽ അതിൽ കൂടി കടന്നു പോകുന്ന വേദന ഉൾപ്പെടെയുള്ള സന്ദേശങ്ങൾ തടസ്സപ്പെടുന്നതും അവ ശരിയായ രീതിയിൽ പഴയ പോലെ തന്നെ കൂട്ടിയോജിപ്പിച്ചാൽ അവയിൽ കൂടി സന്ദേശങ്ങൾ കടന്നു പോകുന്നതും മനുഷ്യനുൾപ്പെടെയുള്ള ഏത് ജീവിയിലും പരീക്ഷിക്കാവുന്നതും പുനഃസൃഷ്ടിക്കാവുന്നതും സത്യം സ്വയം തിരിച്ചറിയാവുന്നതുമാണ്. നാഡിയിൽ അമർന്നാൽ വേദന ഉണ്ടാകില്ല എന്നത് വിടവില്ലാത്ത പരമമായ ശാസ്ത്ര സത്യമാണ് എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മൾ പറയുന്ന കാര്യത്തിൽ തെറ്റോ അപാകതയോ പൂർണ്ണതക്കുറവോ ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടാതെ പല ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാകും. കൂടാതെ ഇവയിലെ പല കാര്യങ്ങളും തമ്മിൽ പരസ്പരം യോജിക്കാതെ ഒരു വിടവ് നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ഇവിടെ നാഡിയിൽ അമർന്നാൽ വേദന ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാതെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നുണ്ട്. നാഡിയിൽ അമർന്നാൽ വേദന ഉണ്ടാകില്ല എന്ന കാര്യം പുനഃസൃഷ്ടിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കാം. സയാറ്റിക് നാഡി ഉൾപ്പെടെ ഏത് നാഡിയിലും ഡിസ്കിൻ്റെ നടുഭാഗം അമരുന്നതിനേക്കാൾ 100 ഇരട്ടി ശക്തി കൊടുത്ത് അമർത്തിയാലും ഒരു നാഡിയിൽ നിന്നും വേദന ഉണ്ടാകുന്നില്ല. ചന്തിയിൽ ആരംഭിച്ച് കാലിൻ്റെ
പിൻഭാഗത്തു കൂടി പോകുന്ന ശരീരത്തിലെ ഏറ്റവും വലിയ നാഡിയാണ് സയാറ്റിക് നാഡി. ഈ സയാറ്റിക് നാഡിയിൽ ഞാൻ 50 കിലോ ഭാരം കൊടുത്ത് 6 മാസക്കാലം അമർത്തി നോക്കിയിട്ടുണ്ട്. എനിക്ക് വേദനയോ കഴപ്പോ മരയിപ്പോ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 36 വർഷത്തിനിടയിൽ എൻ്റെ 100 കണക്കിന് സുഹൃത്തുക്കളിൽ ഇക്കാര്യം ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. അവരിൽ ഒരാൾക്കും വേദനയോ കഴപ്പോ മരയിപ്പോ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ഈ നാഡിയിൽ കൂടി പോകുന്ന സന്ദേശങ്ങളും തടസ്സപ്പെട്ടിട്ടില്ല. ഇതെല്ലാം ആർക്ക് വേണമെങ്കിലും സ്വന്തം ശരീരത്തിലെ നാഡികളിലോ ഇതര ജീവികളുടെ ശരീരത്തിലെ നാഡികളിലോ അമർത്തി നോക്കി ആധുനിക ശാസ്ത്രമനുസരിച്ച് വേദന പുനഃസൃഷ്ടിക്കാൻ കഴിയാത്തതിനാൽ നാഡിയിൽ ഡിസ്കിൻ്റെ നടുഭാഗം അമർന്നാൽ വേദനയുണ്ടാകില്ല എന്ന സത്യം സ്വയം തിരിച്ചറിയാവുന്നതാണ്. ഡിസ്കിൻ്റെ മൃദുവായ ന്യൂക്ലിയസ് പൾപ്പോസിസ് എന്ന ജെല്ലി പോലെയുള്ള ഭാഗം നാഡിയിൽ അമർന്നാൽ വേദന ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തെറ്റായ വിശ്വാസമാണെന്ന് തെളിയുന്നു. ഓപ്പറേഷൻ ചെയ്ത് നാഡികളിലെ സമ്മർദ്ദം മാറ്റിയിട്ടും വേദന മാറാത്തതിന് കാരണം നാഡിയിൽ അമർന്നാൽ വേദന ഉണ്ടാകില്ല എന്നതിന് തെളിവാണ്. നാഡിയിലെ സമ്മർദ്ദം മാറ്റിയാൽ വേദന കൂടും. എന്തുകൊണ്ട്? ഈ വിഷയമാണ് അടുത്തായി പറയുന്നത്. ഓപ്പറേഷൻ ചെയ്ത് നാഡിയിലെ സമ്മർദ്ദം മാറ്റിയാൽ വേദനയുടെ സന്ദേശങ്ങൾ തടസ്സമില്ലാതെ സുഗമമായി കടന്നു പോവുകയും അവയുടെ തീവ്രത കൃത്യമായി അനുഭവപ്പെടുകയും ചെയ്യും. ഇത് വേദന കൂടാൻ കാരണമാകും. നമുക്കറിയാം, ടെലിഫോൺ കേബിളിന് മുകളിൽ എത്ര ഭാരം കയറ്റി വെച്ചാലും അതിൽ കൂടി കടന്നു പോകുന്ന സന്ദേശങ്ങൾ പഴയ പോലെ തന്നെ കടന്നു പോകും. സന്ദേശങ്ങൾ തടസ്സപ്പെടുന്നില്ല. അതുപോലെ തന്നെ നാഡിയിൽ സമ്മർദ്ദമുണ്ടായാലും അതിൽ കൂടി കടന്നു പോകുന്ന സന്ദേശങ്ങൾ തടസ്സമില്ലാതെ കടന്നു പോകും. എന്നാൽ രക്തം കടന്നു പോകുന്ന ധമനികളിൽ ഏതാനും മണിക്കൂർ നേരം അമർത്തി രക്തപ്രവാഹം കുറച്ചാൽ ആരിലും ആർക്കും വേദനയും മരയിപ്പും കഴപ്പും ഉണ്ടാക്കാൻ കഴിയും. ഇതിൽ നിന്നും വേദനയും മരയിപ്പും കഴപ്പും ഉണ്ടാകുന്നത് ഡിസ്കിൻ്റെ നടുഭാഗം നാഡിയിൽ അമരുന്നത് മൂലം അല്ലെന്നും രക്തപ്രവാഹം കുറയുന്നത് കൊണ്ടാണെന്നും തെളിയുന്നു. എനിക്ക് ഏതൊരാളിലും ശരീരത്തിൽ നീർക്കെട്ട് കൂട്ടി രക്തപ്രവാഹം കുറച്ച് നടുവേദനയും കഴുത്തുവേദനയും കാൽമുട്ടുവേദനയും പനിയും ഉണ്ടാക്കാൻ കഴിയും. വീണ്ടും നീർക്കെട്ട് കൂട്ടി ഇവയെല്ലാം കൂടുതലാക്കാനും മരണം വരെ ഉണ്ടാക്കാനും കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ വിപരീത ദിശയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നീർക്കെട്ട് കുറച്ച് രക്തപ്രവാഹം കൂട്ടി ഇവയെല്ലാം കുറയ്ക്കാനും ഇല്ലാതാക്കാനും എനിക്ക് കഴിയും. ഇതൊന്നും രഹസ്യമല്ല. കഴിഞ്ഞ 36 വർഷത്തിനിടയിൽ ഞാൻ കണ്ടെത്തിയ പലതരത്തിലും പല രൂപത്തിലുമുള്ള നീർക്കെട്ടിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആർക്കും ഇത് ചെയ്യാൻ കഴിയും. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം ആധുനിക ശാസ്ത്രത്തിൽ അടങ്ങിയതാണ്. കൂടാതെ ഇത് ഓരോ മനുഷ്യരുടെയും ഇതര ജീവികളുടെയും അനുഭവമാണ്. ആധുനിക ശാസ്ത്രം പഠിച്ചവർ അതിലെ വസ്തുതകൾക്ക് എതിരായി പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ്. ആധുനിക ശാസ്ത്രം ഉപയോഗിച്ച് തന്നെ അവരുടെ തെറ്റുകൾ എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. നടുവേദനയുടെയും കഴുത്തുവേദനയുടെയും കാൽവേദനയുടെയും ശരിയായ ശാസ്ത്രം അറിയാത്തവർ ഡിസ്ക് നാഡിയിൽ അമരുന്നത് മൂലമാണെന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങൾക്ക് പരിചയമില്ലാത്ത ഡിസ്ക്, സുഷ്മന, നാഡി എന്നീ അവയവങ്ങളുടെ പേരുകൾ പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിക്കുന്നു. നാഡികൾ, സിരകൾ, ധമനികൾ എന്നിവ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത പല ചികിത്സാ രീതികളിലും നാഡി പിടിച്ചു നോക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ കൈത്തണ്ടയിലുള്ള റേഡിയൽ ആർട്ടറി എന്ന് ആധുനിക ശാസ്ത്രത്തിൽ പറയുന്ന ധമനിയിലാണ് നാഡി പിടിച്ചു നോക്കുന്നത്. വേദന രോഗലക്ഷണമാണ്. രോഗലക്ഷണമായ വേദന
കുറവായാലോ മാറിയാലോ രോഗം മാറില്ല. വേദന കുറവായാൽ രോഗം മാറിയെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. വേദന കടന്നുപോകുന്ന നാഡികൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതും തലച്ചോറും തമ്മിലുള്ള ബന്ധം ഒഴിവാക്കിയാൽ പിന്നെ വേദന അനുഭവപ്പെടില്ല. എന്നാൽ രോഗം പൂർവാധികം ശക്തിയിൽ നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകും. വേദന മാത്രം കുറവാക്കാൻ വേണ്ടി ചികിത്സിക്കുന്ന ചില ചികിത്സാ രീതികളിൽ വേദന കുറവായതിനു ശേഷം കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അവർക്ക് രോഗം ഗുരുതരമാകാനുള്ള കാരണം ഇതാണ്. ഓപ്പറേഷനിൽ ഇല്ലാതാക്കുന്നത് രോഗലക്ഷണമായ വേദനയോ വേദനയുടെ കാരണമോ രോഗത്തിൻ്റെ കാരണമോ അതോ രോഗമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നാഡിയിൽ അമർന്നാൽ രക്തപ്രവാഹം കുറയുമോ? പല ചികിത്സാ രീതികളിലുള്ളവരും ഡിസ്ക് നാഡിയിൽ അമരുന്നത് മൂലം രക്തപ്രവാഹം കുറയുന്നത് കൊണ്ടാണ് നടുവേദനയും കഴുത്തുവേദനയും കാലുവേദനയും ഉണ്ടാകുന്നതെന്ന് നടുവേദനയുടെയും കഴുത്തുവേദനയുടെയും കാലുവേദനയുടെയും ശരിയായ ശാസ്ത്രവും നാഡിയുടെയും ഡിസ്കിൻ്റെയും ശരിയായ രൂപവും പ്രവർത്തനവും അറിയാത്തവർ രോഗികളോട് പറയാറുണ്ട്. സന്ദേശങ്ങൾ കടന്നുപോകുന്ന നാഡിയിൽ ഡിസ്കിൻ്റെ നടുഭാഗം അമർന്നാൽ രക്തപ്രവാഹം കുറയില്ല. ടെലഫോൺ കേബിളിൽ കൂടി വെള്ളം ഒഴുകില്ല. അതുപോലെ നാഡിയിൽ കൂടി രക്തവും ഒഴുകില്ല. കഴിഞ്ഞ 36 വർഷമായി പലതരത്തിലും പല രൂപത്തിലുമുള്ള നടുവേദനയുടെയും കഴുത്തുവേദനയുടെയും കാലുവേദനയുടെയും കാരണത്തെക്കുറിച്ചും അവയുടെ പരിഹാരത്തെക്കുറിച്ചും പലതരത്തിലും പല രൂപത്തിലുമുള്ള നീർക്കെട്ടിനെക്കുറിച്ചും ഞാൻ പഠനം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പലതരത്തിലുള്ള വേദനയുടെയും അതിലുള്ള രോഗത്തിൻ്റെയും കാരണം തിരിച്ചറിയാനും അത് പരിഹരിക്കാനുള്ള വഴി എന്താണെന്ന് അറിയാനും താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക.